ഇസ്ലാമിൽ റിച്ച് ആവുക എന്ന് പറഞ്ഞാൽ ഒരു മോശം കാര്യമാണോ? അല്ലെങ്കിൽ ദരിദ്രനാവുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണോ? നമുക്ക് നോക്കിയാലോ. അപ്പൊ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വരാനുള്ള ഒരു കാരണം സ്വർഗത്തിൽ കൂടുതൽ പേരും പാവപ്പെട്ടവരാണ് എന്ന ഹദീസ് ആയിരിക്കാം. മറ്റൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സ്വഹാബിമാരുടെയും നബിയുടെയും എല്ലാം ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട കഥകൾ നമ്മൾ കേട്ടതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇസ്ലാം ദാരിദ്ര്യം നല്ലതാണ് എന്ന് പറയുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല എന്ന് പറയാൻ 3 പോയിന്റുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. ദാരിദ്ര്യം നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയില്ലല്ലോ. ദാരിദ്ര്യം ഇസ്ലാമിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ നബി അങ്ങനെ പ്രാർത്ഥിക്കില്ല. രണ്ടാമത്തെ പോയിന്റ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരിൽ അതിൽ പ്രമുഖനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ മെജോറിറ്റി ആൾക്കാരും റിച്ച് ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാമിൽ സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് ഡിസ്കറേജ് ചെയ്യപ്പെട്ട കാര്യമാണ് എങ്കിൽ അവരൊരിക്കലും അത് ഉണ്ടാക്കുമായിരുന്നില്ലല്ലോ. എന്നാൽ അവർക്ക് ലഭിച്ച സമ്പത്ത് അള്ളാന്റെ കമാൻഡ് അനുസരിച്ച് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടുകൂടിയാണ് അവർക്ക് സ്വർഗം പ്രോമിസ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എത്രമാത്രം സമ്പത്ത് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ആ സമ്പത്ത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്വർഗം തീരുമാനിക്കുന്നത്. നമ്മുടെ ഹൃദയം നമുക്ക് ലഭിച്ച സമ്പത്തിനോടാണോ അറ്റാച്ച്ഡ് ആകുന്നത്, അതല്ല അത് തന്ന സൃഷ്ടാവിനോടാണോ അറ്റാച്ച്ഡ് ആകുന്നത് എന്നുള്ളതാണ് വിഷയം. മൂന്നാമത്തെ പോയിന്റ്, കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ നല്ലത് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്ന കൈ ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സമ്പത്ത് വേണം. അപ്പൊ സമ്പത്ത് ഉണ്ടാക്കുക, റിച്ച് ആവുക എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണോ? അല്ല, അതൊരു നല്ല കാര്യമാണ്. അത് അള്ളാന്റെ കമാൻഡ് അനുസരിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോ ഇവിടെ ഒരു ചോദ്യം ബാക്കിയാകുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഹദീസിൽ പറയുന്നുണ്ട് സ്വർഗത്തിൽ കൂടുതൽ പേരും പാവപ്പെട്ടവരായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും? ഞാൻ മനസ്സിലാക്കിയ 3 പോയിന്റ് പറയാം. ഒന്നാമത്തെ പോയിന്റ്, ഇപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകുന്ന കാര്യമാണ്, പണക്കാരേക്കാൾ കൂടുതൽ ഉള്ളത് പാവപ്പെട്ടവരാണ്. അപ്പൊ ലോകത്ത് മെജോറിറ്റി ആൾക്കാർ പാവപ്പെട്ടവരായതുകൊണ്ട് തന്നെ ആ ഒരു കണക്ക് വെച്ച് സ്വർഗത്തിലും കൂടുതൽ ആളുകൾ പാവപ്പെട്ടവരാകുന്നതായിരിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, ജക്കാത്തിന്റെ പരീക്ഷണം വരുന്നത് പണക്കാർക്ക് മാത്രമാണ്. അപ്പോ ആ ജക്കാത്ത് കൊടുക്കാതെ ആ ടെസ്റ്റിൽ ഫെയിൽ ആവുകയും അത് അവരുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നതിനും കാരണമായേക്കാം. എന്നാൽ പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ജക്കാത്ത് എന്നുള്ള ഒരു ടെസ്റ്റേ അവന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഫെയിൽ ആവുക എന്നുള്ള ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു പോയിന്റ്, നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ സൃഷ്ടാവിനെ മറക്കുകയോ അല്ലെങ്കിൽ കുറച്ചു മാത്രം ഓർക്കുകയോ ചെയ്യുകയും അതില്ലാതെയാകുമ്പോൾ നമ്മൾ കൂടുതൽ ഓർക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സമ്പത്തുള്ളവൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ദരിദ്രനായ, പണമില്ലാത്ത, കടമുള്ള ആൾക്കാർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ലേ? അപ്പോ സൃഷ്ടാവിനെ നമ്മൾ കൂടുതൽ ഓർക്കുമ്പോൾ അത് നമ്മളെ സൃഷ്ടാവിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാഹു ആലം. That's all for now. This is Salim signing off. Barakah in your wealth, peace in your heart.